പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളിപ്പള്ളിയുടെ മുൻവശത്തുള്ള ഏതൻ ആർക്കേഡ് എന്ന് പറഞ്ഞ ബിൽഡിങ്ങിനടുത്താണ്. ഇന്നിവിടെ ഒരു ഷോപ്പിൻ്റെ ഉദ്ഘാടനം നടക്കുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ഭക്ഷ്യ സാധനങ്ങളിലൊക്കെ ധാരാളം മായങ്ങൾ കലർന്നാണ് നമ്മുടെ വിപണിയിൽ വരുന്നത്. എന്നാൽ യാതൊരുവിധ മായങ്ങളും ഇല്ലാതെ നല്ല ഭക്ഷണ സാധനങ്ങളും അതുപോലെ ഭക്ഷണ ഉൽപ്പന്നങ്ങളും നമുക്ക് വേണ്ടി ഒരു സ്ഥാപനം പുതുപ്പള്ളി തുറക്കുകയാണ് നമുക്ക് വേണ്ടിയുള്ള. അപ്പം അതിൻ്റെ ഉദ്ഘാടന ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. അത് ബഹുമാനപ്പെട്ട പുതുപ്പള്ളി MLA ശ്രീ ചാണ്ടിയുമ്മനാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അപ്പം നമുക്കതിൻ്റെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. ഇത് പുതുപ്പള്ളിപ്പള്ളിയുടെ തൊട്ട് മുൻവശത്തായിട്ടാണ് ഏതൻ ആർക്കേഡ് എന്ന് പറയുന്ന ബിൽഡിങ്. ഈ ബിൽഡിങ്ങിൻ്റെ മുൻവശത്ത് തന്നെയാണ് ഓർഗാനിക് പാരഡൈസ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം ഇന്ന് പുതുപ്പള്ളി നിവാസികൾക്കായിട്ട് ഓപ്പൺ ചെയ്യുകയാണ്. ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട പുതുപ്പള്ളി MLA ചാണ്ടിയുമ്മനാണ്. വാർഡ് മെമ്പർ വത്സമമാണി, അതുപോലെ വ്യാപാരി വ്യവസായി സമിതിയുടെ പ്രസിഡന്റ് എബി അടക്കം നിരവധി ആൾക്കാർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. 100% ഗുണമേന്മയേറിയ ഓർഗാനിക് ഉൽപ്പന്നങ്ങളാണ് ഇവിടെ വിൽപ്പനയ്ക്കായി എത്തിയിരിക്കുന്നത്. നാടൻ കൂവപ്പൊടിയുണ്ട്, ചെറുതേനുണ്ട്, വൻതേനുണ്ട്, വിവിധ ഇനം അച്ചാറുകളുണ്ട്, അതുപോലെ ഇടിയിറച്ചി, സ്പെഷ്യൽ ഏലക്ക, തേയില, ക്വാളിറ്റിയുള്ള നട്ട്സുകൾ, അങ്ങനെ നിരവധി ഉൽപ്പന്നങ്ങൾ ഇവിടുന്ന് ലഭ്യമാണ്. വീട്ടിലേക്ക് ആവശ്യമായ പൊടി ഉൽപ്പന്നങ്ങൾ എല്ലാം ഇവിടെയുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, അങ്ങനെ നിരവധി സാധനങ്ങൾ ഇവിടെ വിൽപ്പനയ്ക്കായിട്ട് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗുണമേന്മയേറിയ പച്ചക്കറിയും ഇവർ ഉടൻ എടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതും കർഷകരിൽ നിന്ന് നേരിട്ട് ഇവിടെ എത്തിച്ച് വിൽക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അപ്പം നമുക്കിനി ഉദ്ഘാടന ചടങ്ങിലേക്ക് കിടക്കാം. നിങ്ങളിലേക്ക് ഞാൻ എന്റെ കണ്ണ് ഉയർത്തുന്നു. ദാസന്മാരുടെ കണ്ണ് യജമാന്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്ന പോലെ അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു. ചെയ്യണമേ, ഞങ്ങൾ നിന്നെ സഹിച്ചു മടുത്തിരിക്കുന്നു. സുഖാന്മാരുടെ പരിഹാസവും അഹങ്കാരുടെ നിന്നെയും സഹിച്ചു. ഞങ്ങളുടെ മനം ഏറ്റവും അടുത്തിരിക്കുന്നു. പറയുന്നത് ഇപ്പോ എന്തെല്ലാം സാഹചര്യങ്ങളോടെ നാം കടന്നു എല്ലാവരും വന്നു.
സോനു സോനു നമ്മുടെ ആദ്യത്തെ കച്ചവടം നടക്കുകയാണ്. ആ രാജ്യസേന ഒരു കുസുമാമയ്ക്ക് കഴിച്ചുകൊണ്ട് ചെയ്യുന്നതായി. നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. പിതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈ നിലയിൽ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ കുതിച്ച് കടന്നു വരുവാനായിട്ട് ദൈവമായ കർത്താവ് ഒരു നല്ല അവസരം കൂടെ ഞങ്ങൾക്ക് തന്നതുകൊണ്ട് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം. കർത്താവ് ഇത് അവിടുത്തെ ഹിതപ്രകാരം ദൈവം പ്രാർത്ഥിക്കുകയും ആചരിക്കുകയും ചെയ്തതുപോലെ പ്രകാരം കർത്താവ് അനുഗ്രഹമായിട്ടുള്ള ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷം ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് തന്നതുകൊണ്ട് നന്ദിയോടെ ദൈവമായ കർത്താവെ ആ നിലയിൽ ഇവിടെ ഇപ്രകാരം ഉദ്ഘാടനം ചെയ്ത് ഇന്ന് കർത്താവ് ഷോപ്പിംഗ് ആരംഭിക്കുവാനായിട്ട് കർത്താവ് സഹായിച്ചതുകൊണ്ട് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം. ദൈവമായ കർത്താവ് ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീരുവാനായിട്ട് ദൈവം അനേക കർത്താവിന് വലിയ നന്മയായി അനുഗ്രഹമായി തീരുവാനായിട്ട് ഇടയാക്കണം എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് പ്രത്യേകിച്ച് നമ്മൾ സോണിയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ആ നിലയിൽ ദൈവമായ കർത്താവെ ഇതിന്റെ കാര്യങ്ങൾ ക്രമീകരിക്കുമ്പോൾ അത് ഏറ്റവും അനുഗ്രഹമായി കർത്താവെ നന്മയായിട്ട് അപ്പോൾ അവിടെ ഇതിന്റെ കർത്താവിന് വലിയ സന്തോഷമായി തീരുവാനായിട്ട് മുഖാന്തരം ഇടയാക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം ദൈവത്തിൽ അർപ്പിക്കുന്നു. എല്ലാവരും ഒരു പ്രാവശ്യം ദൈവകരങ്ങൾ സമർപ്പിക്കുന്നു. യേശു കർത്താവിന്റെ മഹത്വമുള്ള നാമത്തിൽ നമുക്ക് ഈ സ്ഥാപനത്തിന്റെ ഉടമയൊന്ന് പരിചയപ്പെടാം. കോട്ടയം കറുകച്ചാല് മേഴ്സി ഹോസ്പിറ്റലിനൊക്കെ അടുത്ത് ബംഗ്ലാംകുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കുന്ന ജോഷി കുര്യാക്കോസ് എന്ന് പറഞ്ഞ ആളാണ് ഈ സ്ഥാപനം നടത്തുന്നത്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ഇതിന്റെ കാര്യങ്ങളെല്ലാം ഒന്ന് ചോദിച്ചറിയാം. നമസ്കാരം. നമ്മുടെ ഈ സ്ഥാപനത്തിൽ ഇപ്പം പച്ചക്കറി സാധനങ്ങളിലൊക്കെ ഒരുപാട് മായം കലർന്നൊക്കെയാണ് പൊടി ഐറ്റംസിലൊക്കെ ഉള്ളത്. പക്ഷെ നമ്മുടെ ഇത് 100% പ്യൂറായിട്ടുള്ള ഓർഗാനിക് ഫുഡുകളാണ് നമ്മളിവിടെ വിറ്റഴിക്കുന്നല്ലേ? 100% ഓർഗാനിക്. അതെ. അതിനെപ്പറ്റി ഏതൊക്കെ വിഷയമില്ലാത്ത അല്ലേ? ഏതൊക്കെ ഐറ്റംസാണ് കൂടുതൽ നമ്മളിവിടെ
നമ്മുടെ പൊടി ഐറ്റംസ് എല്ലാം ഉണ്ട്. നമ്മൾ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ സാമ്പാർ പൊടി, ഇതെല്ലാം മറ്റ് കമ്പനികളുടെ യൂസ് ചെയ്യുന്ന പോലെ ഇത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മറ്റ് കമ്പനികളുടെ 4 സ്പൂൺ മുളക് പൊടി ചേർക്കണമെങ്കിൽ കറിക്ക് ഇത് 1 സ്പൂണോ 1.5 സ്പൂണോ മതി ഒരു കറി നമുക്ക് ചെയ്യാനായിട്ട്. അത്രയും ആവശ്യമേ വരത്തുള്ളൂ. എല്ലാ കമ്പനികളിലെയും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിയാൽ ഇത് വളരെ ശകലിച്ച് ഇട്ട് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ കായപ്പൊടി ആണെങ്കിലും ഭയങ്കര സ്മെല്ലാണ്. അത് ഒറിജിനൽ കായമാണ്, ഒരു മായവും ഇല്ല. അതും ഒരു തുള്ളി മാത്രമേ ഇടാനത് പറ്റത്തുള്ളൂ. അങ്ങനെ എല്ലാ കാര്യങ്ങളും. കോക്കനട്ട് ഓയിലുണ്ട്. അത് നമ്മുടെ കമ്പനി തേങ്ങ എടുത്തിട്ട് അവരുടെ വലിയ ഗോഡൌണിൽ കൊണ്ടുവന്ന് പൊതിച്ച് ഉണക്കി അവരാട്ടി എടുക്കുന്ന വെളിച്ചെണ്ണയാണ്. അല്ല കൊപ്ര മേടിച്ചിട്ട് നമ്മൾ ആട്ടുന്നതല്ല. കൊപ്രയ്ക്കായിട്ട് എപ്പോഴും സിന്തറ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അത് പൂക്കാതിരിക്കാൻ വേണ്ടി വിഷം ചേർത്താണ് അത് സൂക്ഷിക്കുന്നത്. അങ്ങനെ കൊപ്ര എടുത്താണ് പലരും ആട്ടാറുള്ളത്. ഇത് തേങ്ങ എടുത്ത് പൊതിച്ച് അത് ഉണക്കി എടുത്ത് ആട്ടിയാണ് നമ്മുടെ വെളിച്ചെണ്ണ വരുന്നത്. അങ്ങനെ മുഴുവൻ കാര്യങ്ങളും ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ടല്ലേ? 10, 120, 130 ടൈപ്പ് സാധനങ്ങൾ നമുക്കിവിടെ ആയിട്ടുണ്ട്. പിന്നെ ഇത് പശ, അതുപോലെ പാത്രം കഴുകുന്ന ലിക്വിഡുകൾ, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ ഉണ്ട്. അതെല്ലാം വീടുകളിൽ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ഇത്രയും ഐറ്റംസ് നമ്മളിവിടെ ഉണ്ട്. ഇന്ന് രാവിലെ ചാണ്ടിമുൻ സാർ വന്ന് ഉദ്ഘാടനം ചെയ്തു. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആ കാര്യങ്ങളൊക്കെ നടന്നു. അതുപോലെ വലിയ മഴയൊക്കെ ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. ഇന്ന് അങ്ങനെ മഴ പോലും വരാതെ നമുക്ക് വേണ്ടി ദൈവം മഴയെ മാറ്റി നിർത്തി. പിന്നെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം. പിന്നെ മാരകമായ രോഗങ്ങൾ പകർന്ന് വ്യാപരിക്കുകയാണ്. 100 പേരെ എടുത്ത 50 പേർക്ക് ക്യാൻസറാണ്, അല്ലെങ്കിൽ മാരകമായ രോഗങ്ങളാണ്. അപ്പൊ അതിൽ നിന്ന് മോചനം നേടുക എന്നുള്ളതാണ് ഇന്നത്തെ ലക്ഷ്യം. നമ്മുടെ ഉൽപ്പന്നങ്ങൾ കൊണ്ട് രോഗങ്ങളെ പ്രതിരോധിക്കാൻ വളരെ അനുകൂലമായ സാഹചര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ആ നിലയിൽ ജനങ്ങളിൽ എത്തിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അത് എല്ലാവരുടെയും സഹകരണം, നമുക്ക് ജനങ്ങളുടെ മുഴുവൻ സഹകരണം ഉണ്ടായിരിക്കണം. അതിലൂടെ കുടുംബങ്ങളെല്ലാം സുരക്ഷിതമാകണം. രോഗങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങളെ രക്ഷിക്കണം. പിന്നെ നമ്മുടെ വെറൈറ്റി നൂഡിൽസ് ഉണ്ട്. യാതൊരു വിഷാംശവുമില്ലാതെ 100% നൂഡിൽസ് നമ്മുടെ ഉണ്ട്. പിള്ളേർക്ക് കൊടുത്താൽ ഒരു അസുഖം ഉണ്ടാകത്തില്ല. ഇന്നത്തെ മറ്റുള്ള നൂഡിൽസ് എല്ലാം കഴിക്കുമ്പോൾ അതെല്ലാം കുഞ്ഞുങ്ങളെ ജനറേഷനെ ബാധിക്കുന്ന അവസ്ഥയാണ്. വലുതാകുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്ത നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്ന അവസ്ഥയിലേക്കാണ് നൂഡിൽസിന്റെ സൈഡ് എഫക്റ്റ് എല്ലാം വന്നത്. ഇത് ഒരു പ്രശ്നവും ഇല്ലാത്ത നൂഡിൽസുകൾ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. പുട്ടുപൊടികൾ, അനവധി ടൈപ്പ് പുട്ടുപൊടികളുണ്ട്. അതുപോലെ അങ്ങനെയുള്ള മുഴുവൻ സാധനങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. എല്ലാവരുടെയും തീർച്ചയായിട്ടും സന്ദർശിക്കണം. എല്ലാവരും ഇത് ഉപയോഗിച്ച് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുക. അതാണ് ആവശ്യം. മരുന്ന് മേടിക്കാൻ പൈസയില്ല. ആശുപത്രി കയറി ഇറങ്ങി കഷ്ടപ്പെട്ട് വേദന കൊണ്ട് ജനങ്ങൾ അലയുകയാണ്. അതിനൊരു പരിഹാരമാണ് നമുക്കുണ്ടാകുന്നത്. അതിൽ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കും. എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് അഭിപ്രായം പറയാം.